വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അലമ്പഴല്ലേ. വെയിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു മഴ വരണം. മഴ വന്നപ്പോൾ ഇപ്പം തുണിയൊന്നും ഉണങ്ങാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ എന്നാ പരിപാടി എല്ലാവരും തന്നെ ഞാൻ വേണ്ട പുട്ടും കടലയും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു കുറച്ച് പുട്ടും കടലയും നല്ലതല്ലേ, പുട്ടും കടലയൊക്കെ കഴിക്കണം. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ പുട്ടും കടലയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും കറികളും ഒക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഊറ്റി പുട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഒന്ന് വിസിലടിക്കാൻ വേണ്ടി 5-6 വിസിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തിട്ട് വെച്ചേക്കാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നേരത്തെ. ചെമ്പപ്പുട്ടുപൊടിയാണ് മേടിച്ചേക്കുന്നത്. ചെമ്പപ്പുട്ടുപൊടി നമ്മുടെ സുമൻസിൻ്റെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നല്ല പുട്ടുപൊടി, സുമൻസ് പുട്ടുപൊടി, പുഞ്ച പുട്ടുപൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാനെല്ലാം വേണ്ട നല്ല പൊടി എല്ലാം കുഴച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തേങ്ങ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറ്റിക്കകത്തോട്ട് വാരി ഇട്ടാൽ മതി. നിങ്ങൾ ഈ ബ്രാൻഡിൻ്റെ ആണോ വേറെ ബ്രാൻഡാണോ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. സ്ഥിരമായിട്ട് ഈ സുമൻസിൻ്റെയാണ് മേടിക്കുന്നത്. നല്ല പുട്ടുപൊടി, എളുപ്പമാണ് കുഴയ്ക്കാൻ. അത് ഒന്നാമത്തെ കാര്യം. ലൈറ്റിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈസ്റ്റേൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സുമൻസിൻ്റെ തന്നെ മേടിക്കും. എനിക്ക് എളുപ്പം ഉള്ളത് ഞാൻ മേടിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. പുട്ടിന് ആവി വന്നോ നോക്കി നോക്കി എൻ്റെ കണ്ണ് ചീൻ്റെ മണ്ടക്കൂടൊന്നും വരുന്നില്ല. ഇനി എല്ലാം കൂടെ താഴെ പോയോന്ന് അറിയത്തില്ല കൂട്ടുകാരെ. ഇനിയിപ്പോൾ താഴെ പോയെങ്കിൽ എനിക്കിന്ന് പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടല ഉണ്ടാക്കാം. ആവി വരുമായിരിക്കും. അതിന് ഞാൻ നിറച്ച് കുത്തിക്കയറ്റി വെച്ചേക്കണമെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പുട്ട് പുട്ടെന്നെ ചലിച്ചെന്ന് തോന്നുന്നു. നോക്കാം, ആർക്കും ഒരബദ്ധം പറ്റാത്തതല്ലേ. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കടലക്കുട്ടന്മാരെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നോക്കട്ടെ. കൈപൊളി. കുക്കറിനകത്തിട്ട് അടിച്ചാലേ നന്നായിട്ട് വേവും. നോക്കി ഫൈൻ. ഇതെൻ്റെ വായി കിടക്കട്ടെ. നമുക്ക് കടലുണ്ടാക്കാം. പൊളി. നോക്കാം ഈ പുട്ട് വെന്തിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു ഊഹം വെച്ച് പുട്ട് വെന്താണ്. ആ കുറ്റിക്കകത്തെ വെള്ളം മുഴുവൻ പറ്റി. ചൂടായിട്ടോ, ചൂടാണ്. നമുക്ക് ഈ കാസറോളിനകത്തോട്ട് മാറ്റാം. അപ്പോൾ അടുത്ത് നമുക്ക് നിറച്ച് വെക്കാം. വേണ്ട ചില്ലി ഇട്ടു. ചില്ലയല്ല കേട്ടോ, ചില്ലി ഇട്ടു. കുറച്ച് തേങ്ങാപ്പുഴുര അതിനെ ആദ്യമേ ഇട്ടു. അതിന് ശേഷം കുറച്ച് പുട്ടുപൊടി വാരി ഇറക്കുക. ബ്ലക്കും നിറയ്ക്കുക. അതിന് ശേഷം കുറച്ചും കൂടെ തേങ്ങാപ്പുഴുര ഇടുക. അതിന് ശേഷം കുറച്ചും കൂടെ പുട്ടുപൊടി. ഒരുപാട് കുത്തിക്കയറ്റി വെക്കരുത് കേട്ടോ. ഈ കുത്തിക്കയറ്റി വെച്ചാൽ ഇപ്പോൾ പുക വരാഞ്ഞതെല്ലാം കൂടെ. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കിട്ട് വീണ്ടും തേങ്ങയ്ക്ക് ഭയങ്കര ചിലവാണ്. തേങ്ങയ്ക്കിപ്പം വില കുറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് അടയ്ക്കുക. പിന്നെ നമ്മളെടുത്ത് വെക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കടുക് മണികളെ വാരി വിതറാം. കുറച്ചിട്ട് അതിന് ശേഷം എടുത്ത് വെച്ച 2 വറ്റൽമുളക് അതിനെയും കൂടെ അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കുന്നു, മാറി നിന്നു. ചിലപ്പോൾ ഒന്ന് മൂക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാം, വഴറ്റി വരുന്നത് വരെ. ഉള്ളി ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ തക്കാളിക്കുട്ടൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ സവാളയും എല്ലാം നന്നായിട്ട് അങ്ങ് വഴറ്റിയിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് നമ്മുടെ പൊടികളുണ്ടല്ലോ, എന്തൊക്കെയാണ് പൊടികൾ നിങ്ങളൊക്കെ ഇടുന്നതൊക്കെ തന്നെ അല്ലേ. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടെ ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാം. തീ കുറച്ച് വെച്ച് കരിഞ്ഞു പോരുത്. കുറച്ച് കടലയുള്ളൂ, അതുകൊണ്ട് കുറച്ച് മസാല കൂട്ടുകളേ ഉള്ളൂ. അതിനെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ
കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.